നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയപ്പോൾ മുതലുള്ള ഒരു സംശയമാണ്. നമ്മൾ യൂട്യൂബ് വഴി ഒരു ക്ലാസ് റെക്കോർഡ് ചെയ്ത് സ്റ്റുഡൻസിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് വാട്സാപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താലും നമുക്ക് ഡെലിവറി സ്റ്റാറ്റസ് അവർ റീഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ വാട്സാപ്പിൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്ക് അവരത് ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് ആ വീഡിയോ കാണുന്നുണ്ടോ, നമ്മൾ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ അവർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് 5 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. പലരും അത് തുടക്കത്തിൽ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യൂട്യൂബ് വഴി ലെക്ചർ ക്ലാസ് ഒക്കെ കഷ്ടപ്പെട്ട് റെക്കോർഡ് ചെയ്ത് അയച്ചിട്ട് പിള്ളേർ ഇത് കാണുന്നുണ്ട് എന്നുള്ളതിന് എന്താണ് ഉറപ്പുള്ളത്? നമ്മൾ ചില ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എക്സാം നടത്തുന്നുണ്ട്. പക്ഷെ എക്സാം നമുക്ക് ചിലപ്പോൾ ഓരോ എല്ലാ ടോപ്പിക്കിനും ചിലപ്പോൾ നടത്താൻ പറ്റും. ചിലപ്പോൾ ഒരു 3-4 ടോപ്പിക് ഒരുമിച്ചായിരിക്കും നമ്മൾ എക്സാം നടത്തുക. അപ്പൊ ഈ വീഡിയോ എക്സാം നടത്താത്ത ഭാഗങ്ങൾ ഈ കുട്ടികൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിൽ കണ്ടുപിടിച്ച ഒരു മാർഗമാണ്. ഒരു സൈറ്റ് ഉണ്ട്, നമുക്ക് ആ ഒരു വിസിയ എന്നൊരു സൈറ്റ് ഉണ്ട്. അപ്പൊ ആ സൈറ്റിൽ നമ്മൾ നമ്മുടെ പവർ പോയിന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആ പവർ പോയിന്റ് വീഡിയോയിൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല കുട്ടികൾ കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പോപ്പപ്പ് ചെയ്ത് വരും. ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ അത് ഓൾറെഡി ഈ സൈറ്റ് നമ്മുടെ അക്കൗണ്ടിൽ അത് ഒരു എക്സൽ ഷീറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് ഒരു ടൈം പീരീഡ് വെക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത്ര ഒരു 3 ദിവസത്തിനുള്ളിൽ കുട്ടി ആ ക്ലാസ് കണ്ട് അവിടെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് എന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് ഈ ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി എഴുതിയ എല്ലാ ആൻസറുകളും നമുക്ക് കുട്ടിയുടെ പേരടക്കം നമുക്ക് കിട്ടും. അപ്പോ ഈ ഒരു മെത്തേഡ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ കുട്ടികളെ പരമാവധി നമുക്ക് ആ ഒരു ലെക്ചർ ക്ലാസ്സിൽ എൻഗേജ് ആക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഓൺലൈൻ ലെക്ചർ ക്ലാസ് നമ്മളൊരു മോണോലോഗ് ആകുന്നതിന് വരെ ഒരു ഡയലോഗ് മോഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് വേണ്ട 2 ബേസിക് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് പവർ പോയിന്റ് ഒരു സ്ക്രീൻ റെക്കോർഡറോ സ്ക്രീൻ കാസ്റ്റിംഗ് സോഫ്റ്റ്വെയർ വെച്ചോ റെക്കോർഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം അത് നമ്മൾ പഠിച്ചു, OBS വെച്ച് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ളത് നമ്മളൊരു വീഡിയോ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ഈ OBS വെച്ച് റെക്കോർഡ് ചെയ്ത വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. ഈ 2 സ്റ്റെപ്പും കംപ്ലീറ്റ് ആയതിനു ശേഷമേ നമുക്ക് വിസിയയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോ വിസിയ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഇപ്പൊ ഡക്ക് ഒരു സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യാം. VIZIA വിസിയ. അത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വെബ്സൈറ്റ് വരും, vizia.com എന്ന് പറയുന്ന സൈറ്റ് വരും. അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജിലായിരിക്കും നിങ്ങൾ എത്തുക. ദ എൻഡ് ഓഫ് പാസീവ് വ്യൂയിങ്. ഇതില് നമുക്ക് ആദ്യമായി കയറുകയാണെങ്കിൽ നമുക്കൊരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓൾറെഡി ഞാനൊരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോൾ അത് വെച്ചാണ് കയറാൻ പോകുന്നത്. ലോഗിൻ ID ഇല്ലെങ്കിൽ നമ്മൾ ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യണം. ഈ ലോഗിൻ IDയിലാണ് നമ്മുടെ വീഡിയോസ് അവർ സ്റ്റോർ ചെയ്യുന്നത്. കുട്ടികൾ ഈ വീഡിയോ കാണുമ്പോൾ ഉണ്ടാകുന്ന ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉത്തരങ്ങൾ, കുട്ടികൾ ആൻസർ ചെയ്യുന്ന ആൻസേഴ്സും ഈ നമ്മുടെ അക്കൗണ്ടിലേക്കാണ് വരിക. അപ്പൊ നമുക്ക് ഒരു വിസിയയിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. എന്നാലാണ് നമുക്ക് വീഡിയോ അതിലേക്ക് അപ്ലോഡ് ചെയ്യലും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യലും കുട്ടികൾ എഴുതുന്ന ഉത്തരങ്ങൾ കളക്ട് ചെയ്യലും നമുക്ക് നടക്കുള്ളൂ. നമുക്ക് ഇനി ഈ വിസിയയിൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലായിരിക്കും നമ്മൾ എത്തുക. ഇതിൽ ഓൾറെഡി ഞാനൊരു ക്ലാസ് റെക്കോർഡ് ചെയ്ത് കുട്ടികൾ കൊടുത്തിരുന്നു. അപ്പൊ അതാണ് ഒരു ഹിപ്പ് ഡിസ്ലൊക്കേഷൻ ഫ്രാക്ചർ ഷാഫ്റ്റ് ഫീമർ എന്നൊരു ക്ലാസ് എടുക്കുന്നത്. നമ്മൾ പുതിയതായിട്ട് ഒരാൾ കയറുമ്പോൾ മൈ വീഡിയോസിലൊന്നും ഉണ്ടാവില്ല, നമ്മളൊരു വീഡിയോ കയറിയിട്ടില്ല. അപ്പൊ നമുക്ക് ഒരു വീഡിയോ ഇതിൽ വിസിയ സൈറ്റിൽ കയറ്റണമെങ്കിൽ ന്യൂ വീഡിയോ എന്ന് പറയുന്ന നിങ്ങളുടെ മുകളിലത്തെ ആ ഒരു ടൂൾ ബാറിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ വീഡിയോ, ആഡ് എ ന്യൂ വീഡിയോ എന്ന് പറഞ്ഞൊരു പേജ് വരും. അതിൽ നമ്മൾ യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 2 സ്റ്റെപ്പ് കഴിയണം. നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം പവർ പോയിന്റ്. അത് കഴിഞ്ഞ് പവർ പോയിന്റ് യൂട്യൂബിൽ കയറ്റണം. ആ യൂട്യൂബിൽ കയറ്റിയ ലിങ്കാണ് നമ്മൾ വിസിയയിലേക്ക് ആഡ് ചെയ്യുന്നത്.
അപ്പൊ ഞാനിപ്പോ നമ്മൾ OBS പഠിച്ച അതേ വീഡിയോ ആണ് എടുക്കണേ. അപ്പൊ അത് ഇപ്പൊ ഇതിപ്പോ നമ്മൾ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളുടെ വീഡിയോ എന്ന് വിചാരിക്കും. അപ്പൊ ആ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രൗസറിന്റെ അഡ്രസ് ബാറിൽ ഒരു അഡ്രസ് ഉണ്ടാവും. ഇപ്പോൾ www.youtube.bar/watch.v എന്നൊക്കെ എഴുതിയിട്ട് ഒരു വലിയൊരു അഡ്രസ് ഉണ്ട്. ആ അഡ്രസ് അങ്ങനെ തന്നെ കോപ്പി ചെയ്യാം. ഇപ്പൊ ഞാനിത് കോപ്പി ചെയ്ത് വിസിയെ കൊണ്ടുപോവാ. വിസിയയില് ഈ ഓറഞ്ച് വരയുടെ മുകളിൽ HTTPS എന്ന് പറഞ്ഞ അതിന്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലിങ്ക് അവിടെ പേസ്റ്റ് ഇടും. നമ്മൾ അവിടെ യൂട്യൂബിൽ കണ്ട അതേ ലിങ്ക് ഇവിടെ പേസ്റ്റ് ഇടും. കണ്ടിന്യൂ അടിക്കും. കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ വിസിയ ഈ ഒരു വീഡിയോ അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ അതിന്റെ നമ്മൾ ആ വീഡിയോ കൊടുക്കുന്നതോടുകൂടി ഇങ്ങനെ ഒരു പേജിലായിരിക്കും നമ്മൾ എത്തുക. എന്ന് പറഞ്ഞാൽ ന്യൂ വീഡിയോ, ഇവിടെ വീഡിയോ ഉണ്ട്, വീഡിയോയുടെ ആ വിൻഡോ ഉണ്ട്. ഇവിടെ നമുക്ക് സ്ക്രോൾ ബാർ ഉണ്ട്. ഈ സ്ക്രോൾ ബാർ വഴിയാണ് നമ്മളെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നത്. ഇതിന്റെ റൈറ്റ് സൈഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയ്ക്ക് നമുക്കൊരു പേര് ഇടണം. അപ്പൊ ഞാനിപ്പോ ഇതില് OBS ബേസിക്സ് എന്നാണ് പേരിടുന്നത്. ഇത് അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഈ ന്യൂ വീഡിയോയുടെ ഭാഗത്ത് OBS ബേസിക്സ് എന്ന് പറയുന്ന ആ ഒരു പേര് വരും. അത് കഴിഞ്ഞ് ഇതിന്റെ താഴെ ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പോ നമുക്ക് ആവശ്യമില്ല. നമുക്ക് എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഷെയർ ഓപ്ഷൻ വെക്കേണ്ട ആവശ്യമുള്ളൂ. എംബഡ് എന്ന് പറയുന്ന അത് താഴെയുണ്ട്. ഈ എംബഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂഡിൽ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ മൂഡിലുള്ള നമുക്ക് വീഡിയോ വിൻഡോ അങ്ങനെ തന്നെ വെക്കാനായിട്ടുള്ള ഒരു സൂത്രപണിയാണ് ഈ എംബഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ അത് നോക്കണ്ട. വാട്സാപ്പിൽ ഷെയർ ചെയ്യാനായിട്ട് ഷെയറിന്റെ ഇത് മാത്രം മതി. പിന്നെ റെസ്പോൺസിന്റെ അടിയിൽ നമ്മൾ കുട്ടികൾ എത്ര പേര് ഇത് കണ്ടു എന്നുള്ളതിന്റെ ഒരു നമ്പർ വരും. ഡൗൺലോഡ് CSV എന്ന് പറയുന്നത്, CSV എന്ന് പറയുന്ന ഫയൽ ഫോർമാറ്റ് ഏകദേശം എക്സൽ ഷീറ്റ് ആയിട്ട് ഒരു സിമിലർ ആയ ഒരു ഫോർമാറ്റ് ആണ്. കോമ സെപ്പറേറ്റഡ് വാല്യൂസ് എന്ന് പറയുന്നത് എക്സൽ ഷീറ്റ് ആയിട്ട് സെപ്പറേറ്റഡ് ആയ വാല്യൂസ് ആണ്. അപ്പോ നമുക്ക് കുട്ടികൾ ആൻസർ ചെയ്യുന്ന ആ ഒരു റെസ്പോൺസ് ഒരു ആൻസർ ഷീറ്റ് പോലെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഡൗൺലോഡ് CSV എന്നുള്ളത് പ്രസ് ചെയ്യുമ്പോഴാണ്. ഇതിന് താഴെ ഗേറ്റ് വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗേറ്റ് വീഡിയോ ഇതിപ്പോ ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഈ വീഡിയോ കാണുമ്പോൾ ഫസ്റ്റ് സ്ക്രീൻ കാണുന്നത് അവരുടെ പേരും ഇമെയിൽ അഡ്രസ്സും അടിച്ചു കൊടുക്കാനായിരിക്കും. അത് അടിച്ചു കൊടുത്തതിന് ശേഷമേ കുട്ടികൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റുള്ളൂ. ഇത് ഓൺ ആക്കി ഇടുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർ വ്യൂ ചെയ്തതിനു ശേഷം ഈ അവരുടെ എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആർക്കും പേരുണ്ടാവില്ല, റെസ്പോൺസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഗേറ്റ് വീഡിയോ ഒന്ന് ഓൺ ആക്കിയിടണം. ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ അവരുടെ പേരും അവരുടെ ഇമെയിൽ അഡ്രസ്സും തുടക്കത്തിൽ എൻ്റർ ചെയ്യേണ്ടി വരും. എന്നാലാണ് അവർക്ക് ഈ വീഡിയോ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേരും ഇമെയിൽ അഡ്രസ്സും ഈ ഒരു ഫോമിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതിന്റെ ഒപ്പം ആ പേരിന്റെ നേരെ അവരുടെ റെസ്പോൺസുകൾ വരും. അപ്പൊ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി ഞാനിപ്പോ ഈ വീഡിയോ പ്ലേ ചെയ്യാണ്. പ്ലേ ചെയ്യുമ്പോൾ നോക്കാം. പ്ലേ ചെയ്തു. അപ്പോ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് വന്നു. അപ്പൊ ഇതിന്റെ അതിന്റെ ഫസ്റ്റ് ഇത് വന്നു. അപ്പൊ ഞാനിപ്പോ ഒരു ക്വിസ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഇതിന്റെ താഴെ ഇപ്പൊ ഇങ്ങനെ ടൈമിങ് നീങ്ങി പോകുന്നുണ്ട്. ഇതിന്റെ താഴെ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടോ ഒരു ആഡ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരുന്നുണ്ട്. അതിന് താഴെ ക്വിസ്, പോൾ, റെസ്പോൺസ് എന്നുള്ളതൊക്കെ റെസ്പോൺസ് ഒരു മിനിറ്റ് ഞാൻ കുറച്ചുകൂടി താഴേക്ക് കോൾ ടു ആക്ഷൻ എന്നുള്ളതൊക്കെ ഉണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതില് നമുക്ക് ക്വിസാണ് ഞാൻ യൂസ് ചെയ്തിരുന്നതില്. കാരണം നമുക്ക് കറക്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം അതായിരിക്കും. റെസ്പോൺസ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഷോർട്ട് ആൻസർ പോലെ ടൈപ്പ് ചെയ്യാനാണ്. പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അഭിപ്രായം ചോദിക്കണം. ഓക്കെ, അത്രയ്ക്കാണ് നമുക്ക് മെയിനായിട്ട് ക്വിസ് തന്നെയാണ് ആവശ്യമുള്ളൂ. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ക്വിസ് ആഡ് ചെയ്യാണ്. ഇത് ഞാൻ
ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആഡ് ഇന്ററാക്ഷൻ ഇവിടെ നിൽക്കും. ഈ അവിടെ നിന്നിട്ട് ഞാൻ താഴേക്ക് ഇത് കൊണ്ടുവന്ന് ക്യൂസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആഡ് എ ക്യൂസ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോ നമ്മൾ ഇത്ര ഇതിപ്പോ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഞാൻ ഈ കേഴ്സർ എനിക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെച്ചിട്ട്, ഇപ്പൊ എനിക്ക് ഇവിടെ വെക്കണമെങ്കിൽ ഇവിടെ വെക്കാം. ഇവിടെ ഞാൻ വെച്ചിട്ട് താഴേക്ക് കേഴ്സർ കൊണ്ടുവന്ന് ക്യൂസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈമിങ്ങിന്റെ അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ വീഡിയോ നോക്കുകയും ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇത് ക്വസ്റ്റ്യൻ ഒന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോ ഞാനിവിടെ ചോദിക്കുകയാണ് വിച്ച് ഓഫ് ദ ഓബിയസ് ഈസ് എ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഉത്തരം കൊടുക്കുകയാണ് സ്ക്രീൻ റെക്കോർഡർ, ഫോട്ടോ എഡിറ്റർ, വീഡിയോ എഡിറ്റർ, ഓൾ ഓഫ് ദ അബവ്. അപ്പൊ ഈ ഓപ്ഷൻസ് കൊടുക്കാണ്. ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ഇതും കൂടി ചെയ്യാൻ പറ്റുന്നത്, നമുക്കിതിൽ കറക്റ്റ് ആൻസർ ഏതാന്നുള്ളത് മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഓബിയസ് ഈസ് എ സ്ക്രീൻ റെക്കോർഡർ എന്നുള്ളത് ആണ്, സ്ക്രീൻ റെക്കോർഡർ ആണ്. അപ്പൊ ഞാൻ ഇതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് ഞാൻ വിസിയയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഞാനത് ആൻസർ ചെയ്ത് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സേവ് അമർത്തി കഴിയുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ, ഈ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്കറിയാം, ക്വസ്റ്റ്യൻ ഇവിടെ വരും. അപ്പൊ നമ്മളിവിടെ ഇവിടെ ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് കുട്ടികൾ കാണാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിവ്യൂ എന്നുള്ള ഒരു ബട്ടൺ അമർത്തണം. പ്രിവ്യൂവിലാണ് നമ്മൾ വിസിയയിൽ എഡിറ്റ് ചെയ്ത ആ ഒരു ഇത് കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ OBS ബേസിക്സ് എന്നുള്ള പേരാണ് ഞാൻ അടിച്ചു കൊടുത്തത്. അപ്പൊ അത് മുകളിൽ വന്നു. അതിന്റെ കൂടെ ടു പ്രൊസീഡ് പ്ലീസ് എൻ്റർ യുവർ നെയിം ആൻഡ് ഇമെയിൽ. അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാം. നമ്മളിവിടെ വിസിയയില് ഇവിടെ ഗേറ്റ് വീഡിയോ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ഓൺ ആക്കി ഇട്ടത് കൊണ്ടാണ് ഇപ്പൊ ഇത് ഇങ്ങനെ വന്നത്. അപ്പൊ ഞാനിപ്പോ പേര് ഇത് അടിച്ചു കൊടുക്കുകയാണ്, ഡിജോ. കണ്ടിന്യൂ അമർത്തി കഴിഞ്ഞാൽ വീഡിയോ കണ്ടു തുടങ്ങും. ആ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കണ്ടു തുടങ്ങും. ഞാനിതിപ്പോ ഇത് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയാണ് കാണാന്നുള്ളത് അറിയാനായിട്ട്. അപ്പൊ ഇത് ക്വസ്റ്റ്യന്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ അവിടെ എത്തുമ്പോൾ ഈ ഒരു വീഡിയോ പോസ് ആവുകയും ഈ ക്വസ്റ്റ്യൻ വരികയും ചെയ്യും. ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ OBS ഈസ് എ സ്ക്രീൻ റെക്കോർഡർ എന്നുള്ളതാണ് കറക്റ്റ് ഉത്തരം. ഇനിയിപ്പോ കുട്ടിക്ക് അത് അറിയില്ല, കുട്ടി ക്ലാസ് എനിക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോ കുട്ടി ഒരു വീഡിയോ എഡിറ്റർ ഓൾ ഓഫ് ദ എബവ് എന്നിട്ടു. ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്തപ്പോ ഇവിടെയൊക്കെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ വെക്കാം. ഈ ഒരു സ്ക്രോൾ ബാറിന്റെ അവിടെ ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വെക്കാം. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തേക്ക് കുട്ടി എത്തി. അവിടേക്ക് എത്തുമ്പോ ഈ വിസിയ നമുക്ക് തന്നിട്ടുള്ള വിസിക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള കറക്റ്റ് ആൻസർ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ഉത്തരം അവര് സ്കോർ ചെയ്യും. ഇപ്പോ ഞാൻ ഓൾ ഓഫ് ദ എബവ് ആണ് കൊടുത്തത്. ഓൾ ഓഫ് ദ എബവ് കൊടുക്കുമ്പോൾ പ്രശ്നം എന്താ, ഇവിടെ അത് തെറ്റായ ഉത്തരമാണ്. അപ്പൊ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ, അതിലെനിക്ക് ഒന്നും കിട്ടിയില്ല, 0/1. ഇനിയിപ്പോ ഞാൻ ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയെങ്കിൽ ഇവിടെ 1/1 വരും. ഇപ്പൊ 10 ക്വസ്റ്റ്യൻ ഉണ്ട്, 5 എണ്ണമാണ് കറക്റ്റ് ആക്കിയെങ്കിൽ 5/10 വരും. നമുക്ക് ഷെയർ ചെയ്യാം, ട്വീറ്റ് ചെയ്യാം. ഇപ്പോ സ്കോർ കുറവാണെങ്കിൽ വീഡിയോ വീണ്ടും പ്ലേ ചെയ്ത് നമുക്ക് ഒന്നുകൂടി ആൻസർ ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ അത് നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ക്ലാസ് കേട്ടിട്ട് ഇതിൽ 10 ക്വസ്റ്റ്യൻ എങ്കിൽ 7 8 എണ്ണെങ്കിലും കറക്റ്റ് ആക്കിയാലാണ് അറ്റൻഡൻസ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് തന്നെ അറിയാം എത്ര ക്വസ്റ്റ്യൻ കറക്റ്റ് ആയി എന്നുള്ളത്. അപ്പൊ അവന് ഒരു 7 നമ്മൾ 10ൽ 7 കറക്റ്റ് ആക്കണം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ 5/10 വരികയാണെങ്കിൽ കുട്ടിക്ക് അറിയാം അറ്റൻഡൻസ് കിട്ടില്ല എന്നുള്ളത്. അപ്പൊ കുട്ടി ഒന്നുകൂടി വീഡിയോ കണ്ടിട്ട് അത് ആൻസർ ചെയ്യണം. അപ്പോ ഇതാണ് ബേസിക്കലി വിസിയയില് നമ്മളെ കുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്യാണ്. കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞു ഒരു ഡൗൺലോഡ് CSV എന്ന് പറഞ്ഞൊരു ഫയല് ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഞാനിപ്പോ ആൻസർ ചെയ്ത ആ ഒരു റെസ്പോൺസ്. അപ്പൊ ഇത് മൈക്രോസോഫ്റ്റ് എക്സലില് ഞാൻ ആൻസർ ചെയ്ത കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് വന്നു. അപ്പൊ ഇതില് ഞാൻ ജസ്റ്റ് ഒന്ന് പേര്, എന്റെ ഇമെയില്. അപ്പൊ ഫസ്റ്റ് കോളത്തില് ടൈം സ്റ്റാമ്പ് ഇവിടെ ഞാൻ 26-നാണ് ഞാൻ കണ്ടത്. അപ്പൊ എന്തായാലും ഡേറ്റ് ഇവിടെ നമുക്ക് 26/9 കണ്ടത്. നെയിം ഡിജോ, ഇമെയില് നമ്മുടെ അടിച്ചു കൊടുത്ത ഇമെയിൽ വന്നു.
ഡിയില് ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഒരു ഓബിയസ് ഈസി എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ കൊടുത്ത ഓൾ ഓഫ് ദ എബവ് ആണ് എന്നുള്ളത്. അപ്പൊ എന്താണ് ആ കുട്ടി ആൻസർ ചെയ്തെന്നടക്കം നമുക്ക് ഇതിൽ കിട്ടും. ഇപ്പോ 100 പേരുടെ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് വലിയൊരു ഫയൽ കിട്ടും. ഇതിന്റെ ഒറ്റ എക്സൽ ഷീറ്റ് ആയിരിക്കും, വലിയൊരു ഫയൽ കിട്ടും. അപ്പൊ അത് എങ്ങനെയാണ് അത് പെട്ടെന്ന് നോക്കി തീർക്കാന്നുള്ളത് വേറൊരു വീഡിയോയില് പറയാം. ഓക്കെ, നമുക്കിനി എങ്ങനെയാണ് ഈ ഒരു വീഡിയോ കുട്ടികൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത്, സ്റ്റുഡൻസിന് ഷെയർ ചെയ്യുന്നത് എന്നെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. പുതിയൊരു ടാബ് തുറക്കുക. അവിടെ web.whatsapp.com എന്ന സൈറ്റ് ടൈപ്പ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പേജ് ആയിരിക്കും കിട്ടുക. അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു QR കോഡ് കാണാം. ഈ QR കോഡ് നിങ്ങളുടെ ഫോണിന്റെ വാട്സാപ്പിന്റെ റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് ഉണ്ട്. ആ 3 ഡോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെനു വരും. ആ മെനുവിൽ വാട്സാപ്പ് വെബ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു QR കോഡ് സ്കാനർ ഓട്ടോമാറ്റിക് ആയിട്ട് വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മുമ്പേ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ ഹിസ്റ്ററിയിലേക്ക് വരിക. ആ ഹിസ്റ്ററിയുടെ മുകളിൽ പ്ലസ് ഐക്കൺ ഉണ്ടാവും. ആ പ്ലസ് ഐക്കൺ റൈറ്റ് സൈഡിൽ തന്നെ ഒരു പ്ലസ് ഐക്കൺ കിട്ടും. പ്ലസ് ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ QR കോഡ് സ്കാനർ വരും. ഞാനിപ്പോൾ എന്റെ QR കോഡ് സ്കാനർ വെച്ചത് സ്കാൻ ചെയ്യാണ്. വാട്സാപ്പ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെക്ചർ ക്ലാസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ഇതില് ഈ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യാം. അപ്പോ അതിന് താഴെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ആ റൈറ്റ് സൈഡിൽ ആ ഒരു ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽ ഇത് വരും, അതിന്റെ ചാറ്റ് വരും. അവിടെ നമ്മൾ ടൈപ്പ് മെസ്സേജിന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിനു ശേഷം വിസിയയിൽ പോയിട്ട് ഷെയർ എന്ന് പറയുന്ന ഹെഡിങ്ങിന് താഴെയുള്ള അഡ്രസ് അത് നമ്മൾ ഒരു സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്ന് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം അത് കോപ്പി ഇവിടെ മെസ്സേജ് ടൈപ്പ് എ മെസ്സേജിന്റെ അവിടെ പേസ്റ്റ് ഇത് എന്നിട്ട് സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഈ ഒരു ലിങ്ക് കിട്ടും. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരെ, ഞാനിപ്പോൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാണ്. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരെ വിസിയയുടെ സൈറ്റിൽ ഈ വീഡിയോയിലേക്കാണ് ഡയറക്റ്റ് ആവുക. അപ്പോൾ ഡയറക്റ്റ് ആകുമ്പോൾ ഉടനെ തന്നെ അവരുടെ പേരും ഇമെയിലും ചോദിക്കും. അത് കണ്ണു അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ കണ്ടു തുടങ്ങാം. ഇടയിൽ ക്വസ്റ്റ്യൻസും വരും. വിസിയ എന്ന് പറഞ്ഞ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് 20 വീഡിയോസ് വരെ മൈ വീഡിയോസിൽ വെക്കാൻ പറ്റും. അപ്പൊ ഈ 20 എണ്ണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ നീക്കിയിട്ട് വേണം അടുത്ത വീഡിയോ വെക്കാനായിട്ട്. അപ്പൊ നമുക്ക് സാധാരണ ഒരു 20 വീഡിയോ വരെ മതി. സാധാരണ വിസിയ പോലെ കുറെ പ്ലാറ്റ്ഫോമുകൾ ഓൺലൈനിലുണ്ട്, കുറെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളുണ്ട് ഓൺലൈനിൽ. എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഹാരി പോട്ടർ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു ഈ ഇൻവിസിബിൾ ക്ലോക്ക് എന്ന് പറയുന്ന സംഭവം. ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇൻവിസിബിൾ ആവാം. അപ്പൊ അതടക്കം ഇപ്പൊ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് കണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. അപ്പൊ ഇതാണ് ഈ ഇൻവിസിബിൾ ക്ലോക്ക് എന്ന് പറയുന്ന സംഭവം. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആണ് കാണുള്ളൂ, നമ്മളെ കറക്റ്റ് ആയിട്ട് കാണില്ല. കണ്ടോ? അപ്പോ ഓക്കെ, ബൈ.